ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ കൊഞ്ച് കറിയും അപ്പവും ഉണ്ടാക്കാനുള്ള പ്ലാനിലാണ്. എൻ്റെ ഒരു സ്പെഷ്യൽ രീതിയിലൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ കൊഞ്ച് കറി. കൊഞ്ച് കറി ഇങ്ങനെ അടുപ്പിൽ കിടക്കുമ്പോൾ റൂമിൽ നിന്ന് വിളി വന്ന്, മമ്മ സ്മെല്ല് കാരണം ഇരിക്കാൻ വയ്യ മമ്മ, വിശപ്പിനേക്കാളും മണം കേട്ടിട്ടാണ് സഹിക്കാൻ പറ്റാത്തത്, കഴിക്കാറായോ എന്ന് ചോദിച്ചു തുടങ്ങി. ഞാൻ ആദ്യം നോൾട്ടയുടെ പാക്കറ്റ് കാണിച്ച നോൾട്ടയുടെ പരസ്യമൊന്നും ഇല്ലട്ടോ, അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കില്ലേ. ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ പുതിയൊരു അപ്പച്ചട്ടി കൊണ്ടുവന്നതാണ് അപ്പം ഉണ്ടാക്കാൻ. പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്. ശരിക്കും സോഡാപ്പൊടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ മേടിച്ചിട്ടില്ലായിരുന്നു. അതൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ അപ്പം ഉണ്ടാക്കി. ഈസ്റ്റില്ല, പഞ്ചസാരയില്ല, ഒന്നും ചേർത്തില്ല. എന്തായാലും സേട്ടനില്ലാത്തത് കൊണ്ട് ഞാനും മക്കൾസും കൂടെ തന്നെ പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. ശരിക്കും ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുമല്ലോ കേട്ടോ. കൊഞ്ച് കറി അടിപൊളിയായിരുന്നു. പിന്നെ അപ്പത്തിൻ്റെ കൂടെ കോംബോ ആകുമ്പോൾ പറയണ്ടല്ലോ, അപ്പവും കൊഞ്ച് കറിയും അടിപൊളി, അസാധ്യ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓക്കെ ഗായ്സ്.